10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, അതായത് ഏപ്രിൽ 4 മുതൽ 13 വരെ, മീനം 21 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന പാലക്കാട് കുന്നംപുറത്തെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീരാമ പട്ടാഭിഷേക പാവക്കൂത്ത്, അതിനുശേഷമുള്ള താലപ്പൊലി മഹോത്സവം എന്നീ ഉത്സവ കാഴ്ചകളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4-ാം തീയതി മുതൽ അവസാനം വരെയും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് എന്തെങ്കിലുമെല്ലാം ഒരു പ്രോഗ്രാം, ചാക്യാർകൂത്ത്, ഗാനമേള, ഓട്ടംതുള്ളൽ, അങ്ങനെ പലവിധ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം 10 മണിക്കാണ് ശ്രീരാമചരിതം, എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ആ ഒരു കഥ ഈ ഒരു 10 ദിവസത്തിൽ പറഞ്ഞു തീർക്കുന്ന പാവക്കൂത്ത് എന്നുള്ള പരിപാടിയായിരിക്കും 10 മണി മുതൽ നടക്കുന്നത്. ഇന്നപ്പോൾ അവസാന ദിനമായ ഏപ്രിൽ 13, അതായത് മീനം 30, ഇന്നത്തെ ഈ ഒരു താലപ്പൊലി മഹോത്സവത്തോടെയാണ് ഈ ഒരു പരിപാടികൾക്ക് അവസാനമാകുന്നത്. അപ്പോൾ അവസാന ദിവസത്തെ ആ ഒരു താലപ്പൊലി മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും വിവിധ തരത്തിലുള്ള വാദ്യ കലാപരിപാടികളാണ് ഇവിടെ നടക്കുക. തകിലിൻ്റെയും നാദസ്വരത്തിൻ്റെയും മേളം ഒരു ഭാഗത്ത് നടക്കുന്നു. വേറൊരു സ്ഥലത്ത് ആനകൾക്ക്, വരുന്ന ഗജവീരന്മാർക്ക് കഴിക്കാനുള്ള ആ ഒരു ഭക്ഷണം, അതായത് പനയുടെ ഓലകളും മറ്റുമാണ് പനമ്പട്ടകൾ, അതൊക്കെയാണ് ഒരു ഭാഗത്ത് കിടക്കുന്നത്. 3 ആനകളാണ് എഴുന്നള്ളിപ്പിന് ഉള്ളത്. 10 ദിവസവും ഏതു നേരവും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അതേപോലെ തന്നെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന നാമജപങ്ങളാൽ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. തകിലും നാദസ്വരവും ഉപയോഗിച്ചുള്ള ആ ഒരു വാദ്യം, അതിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇതാ ചെണ്ടയും ഇലത്താളവും ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ശിങ്കാരിമേളം, അതിൻ്റെ ആ ഒരു ചാരുത, അത് കാണുമ്പോഴുള്ള ഒരു കൗതുകം എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൽക്കാലത്തേക്ക് ശിങ്കാരിമേളം അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ തകിലും നാദസ്വരവും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പരിപാടിയാണ്. അങ്ങനെ ഇടതടവില്ലാതെ തന്നെ ഒന്നിടവിട്ട് ഒന്ന് എന്നുള്ള ഒരു രീതിയിലാണ് വാദ്യ കലാപരിപാടികൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും വേറെ എന്തെങ്കിലും പഞ്ചവാദ്യം, അങ്ങനെയുള്ള പരിപാടികൾ അതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെയും ശിങ്കാരിമേളം പിന്നെയും അതിൻ്റെ തുടർച്ചയായി വരും. അപ്പോൾ അതിന് മുന്നോടിയായി അവരുടെ ആ ഡ്രസ് കോഡെല്ലാം ചേഞ്ച് ചെയ്ത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ശിങ്കാരിമേളം വാദ്യ കലാകാരന്മാർ.
ശ്രീ കുറുംബ ഭഗവതി എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് പലരിൽ നിന്നും, അവിടുത്തെ സമീപവാസികളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് ഭദ്രകാളിയുടെ സങ്കല്പമായും അതേപോലെ കൊടുങ്ങല്ലൂർ അമ്മയായും എല്ലാം വിശ്വാസികൾ ഈ കുറുംബ ഭഗവതിയെ പ്രാർത്ഥിച്ചു പോരുന്നു. ഇവിടെ ഇതാ പഞ്ചവാദ്യ കലാകാരന്മാർ അവരുടെ ഒരു തയ്യാറെടുപ്പെല്ലാം ഈ ഒരു ഹാളിൽ നടത്തുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് പഞ്ചവാദ്യമാണ്. പഞ്ചവാദ്യം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചവാദ്യം ഒരുപാട് നേരം അതിൻ്റെ ഒരു കാഴ്ച ഇതിലൂടെ കാണിക്കുന്നില്ല. ചെണ്ടമേളത്തോടെ ആനപ്പുറത്ത് ഭഗവതിയെയും ഭദ്രകാളിയെയും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കുന്നുംപുറം എന്നുള്ള ആ ഒരു ഗ്രാമത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം, അത് കഴിഞ്ഞ് വീണ്ടും അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ വന്നു ചേർന്ന് സമാപനം. അതിനുശേഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പഞ്ചവാദ്യ കലാപരിപാടികളെല്ലാം. പഞ്ചവാദ്യം കൂടെ കഴിയുമ്പോഴേക്കും ഏകദേശം ഉച്ചയാകും, ഊണ് കഴിക്കാറുള്ള സമയമാകും. പിന്നെ ഒരു ഇടവേളയാണ്, വൈകുന്നേരം ഒരു 4-4:30 വരെ ഒരു ഇടവേളയാണ്. ഇത്തരം പ്രദക്ഷിണങ്ങളും മറ്റും അമ്പലത്തിൽ മാത്രം ഒതുക്കാതെ ഗ്രാമപ്രദേശങ്ങളിലേക്കും കൂടെ അതിനെയെല്ലാം ചുറ്റിച്ചു വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഒന്നുകിൽ അമ്പലത്തിൽ വരാൻ പറ്റാത്തവർക്ക് അവർക്ക് കൂടെ ആസ്വദിക്കാനും അതേപോലെ തന്നെ ആ ഒരു ദൈവിക ചൈതന്യം എല്ലാ ഗ്രാമവാസികളിലേക്കും എത്തിക്കാനും ഒക്കെ കൂടെയാണ് ഇങ്ങനെ ഒരു പ്രദക്ഷിണവും എല്ലാം പണ്ട് മുതൽക്ക് ചെയ്യുന്നത് എന്നാണ്. മച്ചാട് ശ്രീ അയ്യപ്പൻ മാധവൻകുട്ടി ശ്രീ കുറുംബ ഭഗവതിയുടെ സന്നിധിയിൽ വെച്ച് ഈ ഒരു ആനകളെ നിരത്തി വെച്ച് അവിടെയും കുറച്ച് വാദ്യാഘോഷങ്ങൾ, അത് കുറച്ച് നേരം കൂടെ ഇനി നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പഞ്ചവാദ്യ മേളമെല്ലാം ഉണ്ടാവുക. അത് കഴിഞ്ഞാണ് ഉച്ചയൂണിനുള്ള ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നീട് 4:30-ക്കാണ് അടുത്ത എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. മനുഷ്യരെ പോലെ തന്നെയാണ് മറ്റു മൃഗങ്ങൾക്കും വിശ്രമം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും 3-4 മണിക്കൂറിൻ്റെ എഴുന്നള്ളിപ്പിന് ശേഷമൊക്കെയാണ് ആനകളും നിൽക്കുന്നത്. അതുകൊണ്ട് അവയ്ക്കും ഇനി കുറച്ച് അല്പം വിശ്രമമൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇനിയുള്ള 4-4:30 മണിക്കൂർ അതിനും കൂടി ഉള്ളതാണ് ഈ ആനകൾക്കും കൂടെ ഒരു വിശ്രമം. അതേമാതിരി തന്നെ മറ്റുള്ള വാദ്യ കലാകാരന്മാർക്ക് അവർക്കും ഒരു വിശ്രമം, ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അതിനൊക്കെയാണ് അപ്പോൾ 1 മണി മുതൽ ഏകദേശം 4:30-5 മണി വരെ അതിനുള്ള സമയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയായും അതേപോലെ തന്നെ ഭദ്രകാളി എന്നുള്ള സങ്കല്പവും എല്ലാം ഉണ്ട്. ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അത് ഒരു രൗദ്രഭാവമാണ് ഭദ്രകാളി സങ്കല്പത്തിന് എപ്പോഴും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിയെ നിഗ്രഹിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഭദ്രകാളിയായിട്ട് ഭഗവതി രൂപമെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരിക ദാരികവധം എന്ന ഒരു ചക്രവർത്തി, നീചനായിട്ടുള്ള ഒരു ദുഷ്ടപ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ചാണ്. ആ ചക്രവർത്തിയുടെ നിഗ്രഹത്തിന് വേണ്ടിയാണ് ഭദ്രകാളി അവതരിച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടാതെ ഉണ്ടാകുന്ന ഒരു സ്ത്രീ രൂപം, അതിനു മാത്രമേ തനിക്ക് തന്നെ കൊല്ലാനോ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമാവാൻ പാടുകയുള്ളൂ
എന്ന് പറഞ്ഞ് വരം വാങ്ങിച്ച ദാരികൻ അങ്ങനെയൊരു രൂപം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാവുകയില്ല എന്നുള്ള അമിത വിശ്വാസത്തിൽ തൻ്റെ ദുഷ്കൃത്യങ്ങൾ, ദുഷ്ട ചെയ്തികൾ നടത്തിപ്പോരുകയാണ് ഉണ്ടായത്. ദാരികൻ്റെ ദുഷ്കർമ്മങ്ങൾ ഒരുപാട് ആയപ്പോഴാണ് ശ്രീ പരമേശ്വരൻ തൻ്റെ തൃക്കൺ തുറന്ന് അതിൽ നിന്നും ഒരു ഭദ്രകാളി രൂപത്തെ സൃഷ്ടിച്ചെടുത്തത്. ഈ കഥ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ ഇവിടുത്തെ സമീപവാസികളിൽ നിന്നോ ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തു നിന്നോ ഉള്ള ആളുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ ഒരു ദാരികവധ കഥയുമായിട്ട് ഇവിടുത്തെ ഈ ഒരു ഭദ്രകാളി സങ്കല്പത്തിനും ബന്ധമുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അങ്ങനെയല്ല ഇവിടുത്തെ വേറെ ഐതിഹ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതറിയുന്നവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കുക. ഫ്രണ്ട്സ്, സമയം ഏകദേശം വൈകുന്നേരം 5 മണിയായിരിക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ പിന്നെയും തകിലിൻ്റെയും നാദസ്വരത്തിൻ്റെയും ഇലത്താളത്തിൻ്റെയും ആ ഒരു താളം. ഇവിടെ ഈ ഒരു താളം നടക്കുന്ന സമയത്ത് നമ്മളുടെ എഴുന്നള്ളിപ്പ് ശ്രീ ഭഗവതി കൽപ്പാത്തിയിലുള്ള കുണ്ടിലമ്പലത്തിൽ, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ദേവിയുടെ ഈ ശിവക്ഷേത്രത്തിലേക്കുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ് ആദ്യം കൽപ്പാത്തിയിലുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം, തൻ്റെ സൃഷ്ടാവായ ശ്രീ പരമേശ്വരനോട് ദാരികനെ കൊല്ലുന്നതിനുള്ള അനുഗ്രഹം വാങ്ങിക്കുന്നതിനും അതിനുള്ള ആശീർവാദം വാങ്ങിക്കുന്നതിനുമൊക്കെ ആയിരിക്കാം. സമയം രാത്രിയായിരിക്കുന്നു. ഭഗവതി ശ്രീ പരമേശ്വരൻ്റെ അവിടെ പോയി തിരിച്ചു വരികയാണ്. പോകുമ്പോൾ ഉണ്ടായതിനേക്കാൾ ഒരുപാട് വാദ്യഘോഷങ്ങളോടെയാണ് തിരിച്ചു വരവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിക നിഗ്രഹത്തിന് ശേഷം ഉള്ള ഒരു വരവായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വാദ്യഘോഷങ്ങളും എല്ലാം. ഒന്നിനു പിറകെ ഒന്ന് എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പല വാദ്യഘോഷങ്ങളോടെ ആഹ്ലാദ തിമിർപ്പിൽ പൊതുജനങ്ങളും പ്രജകളും എല്ലാം തന്നെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരികനെ കൊന്നിട്ടുള്ള ആ ഒരു വരവാണ്. അത് പ്രജകളും എല്ലാവരും നൃത്തമെല്ലാം ചവിട്ടി ആഘോഷിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ഇപ്പോൾ നമ്മൾക്ക് ചിത്രം വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു തേരിൽ എഴുന്നള്ളുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളി ദാരികൻ്റെ തലയും മറുത്ത് ആ ഒരു വാളും ഒക്കെ നമ്മൾക്ക് ഈ ഒരു രഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു രഥവും വെച്ചിട്ടാണ് ആഹ്ലാദ തിമർപ്പോടെ ഈ ഒരു ഗ്രാമപ്രദക്ഷിണം ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ കാണുന്ന പല ആളുകളിൽ നിന്നും കേട്ട പല അറിവുകളിൽ നിന്നും ആണ് ഞാൻ ഈ ഒരു വിവരങ്ങൾ, ഇവിടെ ഈ ഒരു ഐതിഹ്യങ്ങളും ഈ ഒരു കഥകളും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് അറിയുന്നവർ, നമ്മളുടെ വീഡിയോ കാണുന്നവർ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അതൊന്ന് അറിയിക്കുക. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഐതിഹ്യം എന്നുള്ളത്. ഇതവിടെ കാണുന്ന ആരോടെങ്കിലും, മുതിർന്ന ആരോടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കഥകളാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഈ ഒരു സങ്കല്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഈ ദാരികവധവുമായിട്ട് നമ്മൾക്കും അത് കാണുമ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിട്ടാണ് നമുക്കും തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിത് വളരെ ആധികാരികമായി തന്നെ പറഞ്ഞത്. ഇനി ഇതിങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതേപോലെ ഇത് വേറൊരു രീതിയിലാണെങ്കിൽ ആ ഒരു സംഭവം അറിയുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കാനും താല്പര്യപ്പെട്ടുകൊള്ളുന്നു. 10 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്ക് ഇവിടെ സമാപനമാവുകയാണ്. നമ്മളുടെ വീഡിയോയും നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.